ഗുഡ് ഈവനിങ്, വെൽക്കം ടു ടേസ്റ്റി ഹോം ആക്ടിവിറ്റീസിലേക്ക്. നമ്മളൊരു ഈവനിങ് വാക്കിംഗ് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ എടുത്ത് ഫ്ലോപ്പായി. വീഡിയോ എല്ലാം എടുത്ത് കൊണ്ടുവന്ന് എഡിറ്റിംഗ് ചെയ്യാൻ നേരം വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. ഇന്ന് സക്സസ്ഫുള്ളി നമ്മൾ ഈവനിങ് വാക്ക് ചെയ്ത് സൂക്കൊക്കെ നടന്നിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, വെയിറ്റ്ലെസ് ഹോം. ഇവിടെയൊക്കെ കൊച്ചു സ്ഥലങ്ങളല്ലേ. ഇവിടെ നോക്കൂ. സോറി, ഇരുട്ടത്താണ് വീഡിയോ പിടിക്കുന്നത്. ഈവനിങ് വാക്കിംഗ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. സോറിയേ. കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല വെളിച്ചം വരുവേ. അപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കുവൈറ്റിൽ ആണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതായത് ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും. മകള് നാട്ടിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ കൊച്ചു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് ഇവിടുത്തെ ഒരു ഈവനിങ് വാക്ക്, ഇവിടെ നമ്മുടെ ഒരു സൂക്കിലേക്ക് നമുക്ക് പോകാം. ഇരുട്ടായതുകൊണ്ട് ആർക്കും വിഷമമൊന്നും തോന്നരുത്. രാത്രി ആയതുകൊണ്ടാണ്. പകൽ വീഡിയോ അല്ല, നൈറ്റ് വീഡിയോ ആണ്. ഇന്ന് നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈവനിങ്ങിലൊന്ന് വെളിയിൽ ഡിന്നർ കഴിച്ചതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റി കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകും. പിന്നെ മൊബൈലിൻ്റെ ഒരു സ്ക്രീനൊന്ന് മാറ്റണം. അത്രയൊക്കെ ഉള്ളൂ. സ്ക്രീൻ കവർ അത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു ഈവനിങ് വാക്ക്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ അതെന്താ ഒന്നും പറയാനില്ലാത്ത? എവിടെ പോവാ നമ്മളിപ്പോ? ഞങ്ങളിപ്പോ സാൽമിയ ഓൾഡ് സൂക്കിലേക്ക് പോകും. എന്തിനാ? ജസ്റ്റ് വാക്കിംഗ് ആൻഡ് ഡിന്നർ. ഡിന്നർ എന്താ കഴിക്കുക? ഞാൻ പൂരി ആയിരിക്കുവേ. ഡിന്നറിന് പൂരി കഴിക്കുന്ന ആദ്യത്തെ ആള് ഞാനായിരിക്കുവേ. ഞാനിങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഫുഡ് കഴിക്കത്തുള്ളൂ. രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരിക്കും നൈറ്റ് കഴിക്കുന്നത്. അത് കഴിക്കും, പക്ഷെ പൂരിയൊക്കെ കഴിച്ചിട്ട് കിടക്കുന്ന ആളുകൾ ആദ്യമായിട്ടായിരിക്കും. അറിയില്ല, ഇനി പൂരി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അവിടുത്തെ പൂരി മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പൂരി ഇവിടുന്നേ ഡിസൈഡ് ചെയ്തത്. കുറച്ച് വെളിച്ചത്തെത്തി. അങ്ങനെ നമ്മൾ പോയിന്റിലെത്തിയിരിക്കുകയാണ്. MRC അവിടെ താഴെയുള്ള ഗ്രാൻഡ് ഹോട്ടലിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കയറിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് വിശേഷം. അപ്പോൾ പറഞ്ഞ പോലെ ഞാനൊരു പൂരി മസാല ഓർഡർ ചെയ്തു. ചേട്ടൻ എന്താ ഓർഡർ ചെയ്ത? തന്തൂരി റൊട്ടീൻ ചിക്കൻ കറി. രാത്രിത്തെ ഡിന്നറാണ്. പിന്നെ ഒരു സംഭവം കാണിച്ചു തരാം. അവിടെ ഇരിക്കുന്ന ഫാൻ കണ്ടോ? ആ ഫാനിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ചീറ്റും. ഇവിടുത്തെ ചൂട് കാലങ്ങളിൽ വെളിയിലിരുന്ന് കഴിക്കുന്നതിന് AC പകരമായിട്ടുള്ളൊരു സെറ്റപ്പ് കണ്ടോ? കണ്ടോ വെള്ളം ഇങ്ങനെ ചീറ്റും. ആദ്യം ഞാൻ ആ ചെയറിലാണ് ഇരുന്നത്. അവിടെ ഇരുന്നപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം വന്ന് വീഴുന്നു. അപ്പോൾ നമ്മുടെ ഫുഡിലൊക്കെ വന്ന് വെള്ളം വീഴുന്നു എന്നുള്ള ഇതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി. ഇവിടെ അപ്പോൾ കുറച്ച് ചെടിയുടെ അപ്പുറത്ത് റോഡ്. ഇതിങ്ങനെ അവരെ ഹോട്ടൽ, സത്യത്തിൽ അവിടാണ് ഹോട്ടൽ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എൻ്റെ ഫുഡ് മാത്രം വന്നിട്ടില്ല. ഇവിടെ ഒരാളുടെ ഫുഡ് വന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണ്. ഇത് ശരിയായ കാര്യമാണോ? എൻ്റെ ഫുഡും കൂടി വരുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നൂടെ? തനിയെ ഇരുന്ന് കഴിക്കുക. വരുന്നു. എൻ്റെ പൂരി വരുന്നു. എൻ്റെ പൂരി വരുന്നതേ ഉള്ളൂ. താങ്ക് യു. വന്നു. ഇനി കഴിച്ചിട്ട് കാണാം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. വയറ് ഫുള്ളായി പോയി. 3 പൂരി ഞാൻ വിചാരിക്കുമ്പോഴല്ല, എനിക്ക് നല്ല വയറ് നടക്കും. ഓക്കെ, അടുത്ത് നമ്മളിനി നമ്മുടെ മൊബൈലിൻ്റെ കവർ ഇടാനായിട്ട് പോവാണ്. ഇതിലേ പോയാലോ? ഇതിലേ പോവാം. സ്ക്രീൻ മാറ്റണം. അതായത് സ്ക്രീൻ കവർ
എന്തെങ്കിലും ആവട്ടെ. ആഹാ കണ്ടോ ചൂടത്ത് പാവങ്ങൾ കിടക്കുന്നുണ്ടോ? ഒന്ന് ഇതിനകത്ത് അവരുടെ നമ്മളങ്ങനെ ഫോണിൻ്റെ എന്താണ് സ്ക്രീൻ മാറ്റ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞു. താഴെ നമുക്ക് ഫോണോ അപ്പോൾ അങ്ങോട്ടൊക്കെ ഭയങ്കര ആളാണ്. ജസ്റ്റ് ഇങ്ങനെ കറങ്ങി അങ്ങ് പോവാം, അല്ലേ നല്ലത്. ഇവിടെയൊക്കെ കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. സൺഗ്ലാസ്, ഗോൾഡ്, ഓൺലൈൻ നടന്നുകൊണ്ടിരിക്കുക അവിടെ. നമ്മളങ്ങനെ തിരിച്ചിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ചെറിയൊരു വാക്കിങ് കഴിഞ്ഞു, ഫുഡ് കഴിച്ചു. അടുത്ത് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണമുണ്ട്, പിന്നെ ഇച്ചിരി ചൂട് നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ ഒന്നാമത് കറുപ്പും കൂടി ഇട്ടിരിക്കുന്ന കാരണം എനിക്ക് നന്നായിട്ട് ചൂടെടുക്കുന്നു, അത്യായിട്ട് ചൂടെടുക്കുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ കൊച്ചൊരു വീഡിയോ, ചെറിയ ഞങ്ങളുടെ വാക്കിംഗ് വീഡിയോ കണ്ടതിലെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, ഞാൻ സ്ഥലങ്ങളൊന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് കുറച്ച് സംസാരവും എന്നെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, സോറി. ഇനി വീഡിയോസ് ഇമ്പ്രൂവ് ആക്കാം. ആദ്യം എൻ്റെ ഒരു ASMR വീഡിയോ ആയിരുന്നു. ഇപ്പം ഞാനത് ASMR വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ASMR വീഡിയോ ജിംച ക്രഷ് ആയിരുന്നു. അത് ഭയങ്കര ഡസ്റ്റാവുന്നു, അപ്പോൾ എനിക്കത് പറ്റത്തില്ല, ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം, അപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ വീഡിയോ നേരെ തിരിച്ചു. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മൾ ഡെയിലി ലൈഫിലെ ആക്ടിവിറ്റീസ് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങളിവിടെ വീഡിയോ നിർത്തുകയാണ്, ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും, അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും സോണിയ പറയേ ബൈ.